ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന അസ്ഥാനത്തായി പോയോ? സി പി എം RSS ബന്ധം അത് അസ്ഥാനമാണോ സ്ഥാനമാണോ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ഒന്നുകിൽ അസ്ഥാനത്താണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ വിവരക്കേടായിട്ട് തോന്നാം. പക്ഷെ ചിലപ്പോൾ സ്ഥാനത്താവാം. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഭ്യർത്ഥന, അതായത് RSSകാരൻ്റെ മനം ഒന്ന് കവരാൻ വേണ്ടി ചെയ്ത ഒരു സൂത്രമായിരിക്കാം. എന്തായിരുന്നാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ അത് തിരിഞ്ഞു കുത്തി. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായി ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി തിരിച്ച് കോൺഗ്രസും RSSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വലിയ പ്രഭാഷണം. മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ പുള്ളി ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രം പറഞ്ഞ് അങ്ങ് തീർന്നു. പക്ഷേ മുഖ്യമന്ത്രിയോ ഗോവിന്ദൻ മാഷോ എന്തൊക്കെ പറഞ്ഞാലും ചരിത്രമല്ലേ. ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ചരിത്രം വിലയിരുത്തുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? തീർച്ചയായും. അതായത് RSS ബന്ധമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടി ആയത് ഈ ഭരണഘടനയൊക്കെ വന്നതിന് മുമ്പ് ശേഷമല്ലേ. ഭരണഘടന വന്നപ്പോൾ പോലും ആ ഭരണഘടനയെ ആക്ഷേപിച്ചു, കരിദിനം ആചരിച്ചു, അടിമത്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് ജനകീയ തൊഴിലാളി വിപ്ലവം, ജനകീയ ജനാധിപത്യ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. കേരളത്തിലാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെ. അപ്പോൾ പുന്നപ്പറ വയലാറിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കി വിപ്ലവം സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തപ്പോൾ ജനാധിപത്യമായി സന്ധി അല്ലാതെ മാർഗമില്ല. അപ്പം ജനാധിപത്യമായി സന്ധി ചെയ്തപ്പോൾ എങ്ങനെ വോട്ട് നേടാം എന്നുള്ളതായി മാറി. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന 57 അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റി. അതിന് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട് എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് എങ്ങനെ അധികാരത്തിൽ വരാം എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടി പല ചെപ്പടി വിദ്യകൾ. അവരെന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ വർഗീയ പ്രീണനമെന്നോ വർഗീയ കളിയെന്നോ പറയേണ്ടത്. പക്ഷേ അവർ പറയുന്ന അടവു നയം, അതായത് വോട്ട് നേടാൻ വേണ്ടി ഓരോ സമയത്തും കാലാകാലങ്ങളിൽ എല്ലാ വർഗീയതകളെയും പ്രീണിപ്പിക്കുന്ന ഒരു നയം എത്രയോ വർഷമായി CPM പിന്തുടരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുടരുന്നു. എന്ന് വെച്ച് കോൺഗ്രസ് ചില സന്ദർഭങ്ങളിലൊക്കെ കോൺഗ്രസും ഈ പറയുന്ന വർഗീയതയുടെ പിന്നാലെ പോയിട്ടുണ്ട്. അതിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ സ്ഥിരമായി വർഗീയ പ്രീണനം നയിക്കുക എന്നുള്ളത് EMSന്റെ തന്ത്രമായിരുന്നു. RSSനെ കുറിച്ച് പറയുകയാണെങ്കിൽ 67 RSSനെ ബന്ധം നേടി. അന്ന് EMS പറഞ്ഞ മുദ്രാവാക്യം എന്താ? കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഏത് ചെകുത്താരെയും കൂട്ടുപോകും. പരസ്യമായി അവരൊക്കെ പറയുന്നത് ചെകുത്താൻ മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് വേണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ അവരെടുത്തു. അതാണ് ഒരു ചെകുത്താൻ. മറ്റൊന്ന് രഹസ്യമായി ബന്ധം സ്ഥാപിച്ച RSSന് പ്രാമുഖ്യമുള്ള ജനസംഘമാണ്. ജനസംഘമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി. അത് കഴിഞ്ഞിങ്ങോട്ട് നോക്ക്, 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അതുവരെയും ജനസംഘവും മറ്റേ സംഘടനാ കോൺഗ്രസും അങ്ങനെ ഒരു കക്ഷികൾ ഒത്തിരി ഉണ്ടായിരുന്നു. മറ്റേ രാജഗോപാലാചാര്യയുടെ സ്വതന്ത്ര പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നിട്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സമയത്താണ് പുതിയ ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ജനതാ പാർട്ടി ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇലക്ഷൻ്റെ ഒരു മുഹൂർത്തത്തിൽ മാത്രമാണ്. അത് മുമ്പ് ഒരേ ജനസംഘമുണ്ട്. ഈ ജനസംഘം എന്ന് പറഞ്ഞത് നയിച്ചിരുന്നത് ആരാ? കേരളത്തിൽ അന്ന് നയിച്ചിരുന്നത് പരമേശ്വരനാണ്. പരമേശ്വരൻജി ഒരു നല്ല പരമേശ്വരൻ എനിക്ക് വ്യക്തിയുടെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹമാണ് RSSുമായുള്ള ബന്ധത്തിൻ്റെ ഒരു സൂത്രശാലി. 75 ഇവിടെ ജയപ്രകാശ് നാരായണൻ വന്നപ്പോൾ തന്നെ ജയപ്രകാശ് നാരായണൻ നേതൃത്വത്തിലുള്ള ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ആഹ്വാനം നടന്നപ്പോൾ ആ വേദിയിൽ EMS ഉണ്ടല്ലോ, അതിൽ പരമേശ്വരൻജി ഉണ്ടല്ലോ, രാജഗോപാൽ ഉണ്ടല്ലോ. അത് 75 തന്നെ RSSുമായിട്ടുള്ളൊരു ബന്ധം CPMനുണ്ട്. 77 സംഭവിച്ചു. 77 അവർ ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നുണ്ടെന്ന് പറഞ്ഞു. ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നത് 77 മുതൽ 80 വരെയാണ്. 77 മുമ്പ് ജനതാ പാർട്ടി ഇല്ല, ജനസംഘമേ ഉള്ളൂ. ആ ജനസംഘം നയിച്ചതാരാ? ഹിന്ദു മഹാസഭയുടെയും സവർക്കറിൻ്റെയും ഗോൾവാക്കറുടെയും സിദ്ധാന്തം അനുസരിച്ച് പോയ പാർട്ടിയല്ലേ ജനസംഘം. ആ ജനസംഘവുമായി ചേരുന്നതിന് കേരളത്തിൽ അതിന് ചുക്കാൻ പിടിച്ചത് രഹസ്യമായി EMS തന്നെയാണ്. EMS തന്നെയാണ് അതിൻ്റെ കരുക്കൾ നീക്കി. അന്ന് പിണറായി വിജയനുണ്ട്, ബന്ധപ്പെട്ടു. പക്ഷേ ആദർശശാലിയായ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു CPM ഉണ്ടായിരുന്നത്, P. സുന്ദരയ്യ. അദ്ദേഹം തെലങ്കാന സമരം നയിച്ച ആളാണ്. സുന്ദരയ്യ പറഞ്ഞു ഈ RSSുമായി ബന്ധപ്പെടാൻ സാധ്യമല്ല, അത് ഒരു ശരിയായ രാഷ്ട്രീയമല്ല, ശംസുദ്ദീൻ രാഷ്ട്രീയ വിരുദ്ധമാണ്, മാത്രമല്ല ഒരു വിഘടന വിഭാഗങ്ങളുമായി പോകുന്നത് ഒട്ടും കമ്മ്യൂണിസത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ടാണ് പിന്നീടാണ് EMS വരുന്നത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ RSS വിരുദ്ധ നീക്കം നയിച്ചത് സുന്ദരയ്യാണ്. എന്നിട്ടും 77 ഇലക്ഷനിൽ വലിയ ചരിത്ര വിജയമാണ് UDF നേടിയത്.
പക്ഷെ എങ്കിൽ പോലും അവിടെ പരാജയത്തിൽ പോയെങ്കിലും നമ്മുടെ EMS-ഉം അതുപോലെ തന്നെ പിണറായി വിജയനും ഇലക്ഷൻ മത്സരിച്ചല്ലോ, രണ്ടുപേരും ജയിച്ചു. ഈ രണ്ട് സ്ഥലങ്ങളിലും അവരെ RSSന്റെ വോട്ട് നേടിയില്ലെന്ന് പറയാൻ പറ്റുമോ? രണ്ടുപേർക്കും RSSന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല RSS നേതാക്കന്മാരെല്ലാം ഇവിടെയെല്ലാം യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒന്നുമില്ല, ഇപ്പോൾ BJPയുടെ പ്രസിഡന്റായിരുന്ന വന്ധ്യവയോധികനായ ശ്രീ രാമൻ പിള്ള തന്നെ ഇന്നലെ പറഞ്ഞു, അതായത് 77 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും CPM-ഉം തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ദേശാഭിമാനി ഓഫീസിൽ വന്ന് ചർച്ച നടത്തി, ഞങ്ങൾ തിരിച്ച് അവർ ഞങ്ങളുടെ കാര്യാലയത്തിൽ വന്നു എന്ന് പറയുന്ന അവസ്ഥ വന്നു. ഇതൊക്കെ ചരിത്രങ്ങളൊക്കെ ആർക്കെങ്കിലും മൂടി വയ്ക്കാൻ പറ്റുമോ? പിന്നീട് എന്താണ് സംഭവിച്ചത്? വർഗീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് വർഗീയ രാഷ്ട്രീയം ആരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി കിടക്കുന്നത്? വർഗസമരമായിരുന്നു ലക്ഷ്യം. വർഗസമരം വർഗീയ സമരമാക്കി മാറ്റി. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ മതത്തിനെതിരാണ്. ഇന്നതല്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ ചവിട്ടിച്ചിട്ടു മതശക്തികളുമായി ചേർന്ന് മതം, ജാതി എന്നിവയെ ആശ്രയിച്ച് അതെങ്ങനെ പ്രീണിപ്പിക്കാം. അതിൽ ആചാര്യനാണ് EMS. നമുക്കറിയാം, ഈ പറയുന്ന 87-ൽ MV രാഘവൻ ബദൽ രേഖ കൊണ്ടുവന്നു. ബദൽ രേഖ കൊണ്ടുവന്നപ്പോൾ MV രാഘവൻ ചെയ്തെന്താ? മുസ്ലിം ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നില്ലെങ്കിൽ CPM-ന് നിലനിൽപ്പില്ല. അതാണ് അവരുടെ വാദം. ഈ നമ്മുടെ നയനാർ ഉൾപ്പെടെയുള്ളവരാണ് എൻ്റെ പിന്നിൽ. അവസാനം EMS MV രാഘവൻ്റെ ഈ പ്രാമാണികത്തോട് ഇഷ്ടപ്പെട്ടില്ല. MV രാഘവൻ അതൊരു കാരണമായി ഞാൻ കാണുന്നത്, ആ കാലത്തൊരു മീറ്റിങ്ങിൽ പോയപ്പോൾ EMS പ്രസിച്ചുകൊണ്ടിരുന്നപ്പോൾ MV രാഘവൻ കയറി വന്നു, ഇടിമിഴക്കം പോലെ കൈയടി. എന്നാൽ പിന്നെ ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന് പുള്ളി കരുതി. അങ്ങനെയാണ് MV രാഘവൻ്റെ ചീട്ട് കയറിയത്. പക്ഷെ ബദൽ രേഖ ഒരു ആയുധമാക്കി. അപ്പോൾ MV രാഘവനെ പുറത്താക്കാൻ കിട്ടിയ ഒരു ആയുധമാണ് വർഗീയ വിരുദ്ധ നിലപാട്. വർഗീയ നിലപാടെടുത്ത പോയപ്പോൾ അവർ സ്ഥിരീകരിച്ചെന്താ? പച്ചയായ വർഗീയതയാണ്. 87-ലെ തെരഞ്ഞെടുപ്പിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനാണ് അന്ന് മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുത്ത ശരിയല്ല എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നേതാവായി ഞാനൊരു പ്രസ്ഥാനം ഇറങ്ങി. EMS എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് ഞങ്ങളൊക്കെ അന്ന് കോൺഗ്രസ് നിലപാട് വിരുദ്ധമായിരുന്നു. അപ്പോൾ ഞാനിതേക്കുറിച്ച് പറഞ്ഞു. അത് അന്നൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അതേസമയം ഈ 87 ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് പുത്തരിക്കണ്ട മൈതാനിൽ EMS നടത്തിയ പ്രസംഗം ഞാൻ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുത്തരിക്കണ്ട മൈതാനം തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഇരുന്ന് കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ അനുവദിച്ച കരുണാകര, ആറാട്ടുകടവിൽ മാർപ്പാപ്പയെ കൊണ്ട് സ്വീകരണം വഹിച്ച കരുണാകര, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തനി ഹിന്ദു വർഗീയത ആളിക്കെത്തിച്ചു. നമ്മളെ തമാശയായിട്ടാണ് കണ്ടത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾ മൊത്തമായിട്ട് അങ്ങോട്ട് ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അസം മാത്രമാണ് തിരുവനന്തപുരം വെസ്റ്റ് ജയിച്ചു. ബാക്കി തൂത്തെറിഞ്ഞു പോയി. തനി വർഗീയ കളിയാണ്. അപ്പോൾ ഹിന്ദുക്കൾ പോയി എന്ന് കരുണാകരൻ, ഗുരുവായൂര ഭക്തനായ കരുണാകരൻ പോലും മനസ്സിലാക്കുന്നത് വോട്ട് എണ്ണിയപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോൾ കരുണാകരന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മനസ്സിലാക്കിയില്ല. കരുണാകരൻ അന്തം വിട്ടു. കാരണം 87 ലക്ഷം കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് തോറ്റതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ കരുണാകരനായി. കരുണാകരനെ മാറ്റിയില്ലെങ്കിലും CPM മാറ്റി AK എന്നെ പ്രതിഷ്ഠിച്ചു 87. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന എന്താ സ്ഥിതി? ജില്ലാ കൗൺസിൽ, കേരളത്തിൽ ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ വന്നത് 90-ലാണ്. അപ്പോൾ ആ സമയത്ത് ഈ EK നേരെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ജില്ലാ കൗൺസിലാണെങ്കിൽ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ടും അന്ന് 14 ജില്ലാ കൗൺസിലുണ്ടെങ്കിൽ ഒരു 8 സീറ്റ് കിട്ടുമെന്നാണ്, 8എങ്കിലും കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ. പക്ഷേ ഇലക്ഷൻ വന്ന് പ്രഖ്യാപിച്ചപ്പോൾ തൂത്തുവാരി എല്ലാം അങ്ങ് പോയി. കാരണം എന്താ? ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ EMS പറഞ്ഞ ഒറ്റ മുദ്രാവാക്യമാണ്, മറ്റേ ഇറാഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, സദാം ഹുസൈൻ്റെ കാലം. ബുഷാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പം യുദ്ധം നടക്കുകയാണ് അമേരിക്കയും സദാം ഹുസൈനും തമ്മിൽ. നിങ്ങൾ ആരുടെ കൂടെയാണ്? ഇലക്ഷനിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയും, നിങ്ങൾ ആരുടെ കൂടെയാണ്? ബുഷിൻ്റെ കൂടെയാണോ സദാം ഹുസൈൻ്റെ കൂടെയാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിരിക്കുക ഈ തദ്ദേശ സ്വയംഭരണ അസംബ്ലി ഇലക്ഷനും അല്ല, ലോക്സഭാ ഇലക്ഷനും അല്ല, ഇത് തദ്ദേശ സ്വയംഭരണ പാവങ്ങളുടെ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ. ഇതിന് ബുഷിന് എന്താ കാര്യം, സദ്ദാം ഹുസൈൻ എന്താ കാര്യം നമ്മൾ ചോദിച്ചില്ല. ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് തൂത്തുവാരി അങ്ങ് പോയി. കാരണം മുസ്ലിം വോട്ട് മുഴുവൻ പിടിച്ചു. അപ്പം അങ്ങനെ ഓരോ സമയത്തും CPM നടത്തുന്ന വർഗീയ കളികൾ, ആ വർഗീയ കളികൾ ക്രമാനുഗതമായി നടപ്പിലാക്കുന്നതിൽ EMSന്റെ സ്കൂളിൽ വളർന്ന ആളാണ് ആര്? നമ്മുടെ പിണറായി വിജയൻ. പിണറായി വിജയനെ സമർത്ഥമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ തുടർഭരണം കിട്ടിയത്. അപ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ ഇതൊക്കെ പറയുമെങ്കിലും അവർക്ക് ഇത്തരം വർഗീയ കളികൾ നടത്താനുള്ള കാപട്യമില്ല, അല്ലെങ്കിൽ സൂത്രശാലിത്വമില്ല എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയം ഇന്നിപ്പോൾ തത്വാധിഷ്ഠിതമാകേണ്ട രാഷ്ട്രീയം, മാർക്സിസ്റ്റ് പാർട്ടി വലിയ തത്വങ്ങളൊക്കെ പറയും, തന്ത്രാധിഷ്ഠിതമാക്കി മാറ്റി.
ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തന്ത്രങ്ങൾ പെടുത്തുന്നുണ്ട്. നഗ്നമായ വർഗീയ കളിയാണ്. ആ വർഗീയ കളിയുടെ ഒരു ആയുധം നിലമ്പൂരിലും പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ഗുണ്ടുവടിയാണ് നമ്മുടെ MV ഗോവിന്ദൻ പൊട്ടിച്ചത്. അപ്പൊ BJP വോട്ട് കവരും. എവിടെ പോകാനാണ്? അങ്ങനെ BJP-ക്കാരൻ വോട്ട് പറഞ്ഞാൽ ഇന്ന് അന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവമാണ്, ഹൈടെക് യുഗമാണ്. ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാണോ അല്ലയോ എന്നുള്ളല്ലോ പ്രശ്നം. ജനങ്ങൾക്ക് രാഷ്ട്രീയം അറിയാം. അതിന് കാരണം എന്താ? പത്രം വായിച്ചുകൊണ്ടും രാഷ്ട്രീയം വിലയിരുത്തുന്നത്. ചായക്കടയിൽ പണ്ട് ഇരുന്ന് പത്രം വായിച്ചിട്ടാണ് രാഷ്ട്രീയം വിലയിരുത്തുന്നത്. അത്രയും ലോകപരിചയമുള്ളൂ. അത് കഴിഞ്ഞ് ചാനൽ വന്നു. അതും ചാനലിരിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലാണ്. ഇന്ന് വിരൽത്തുമ്പിലാണ് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ. കേരളത്തിലാണെങ്കിൽ കമ്പ്യൂട്ടർ സാക്ഷരത മാത്രമല്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയ അതിപ്രസരം. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അതിന്മേലുള്ള വീക്ഷണങ്ങളും സാമാന്യ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കള്ളക്കളികൾ നടക്കില്ല. വർഗീയ കളി കാണിച്ച് നിലമ്പൂരിൽ ജയിക്കാമെന്ന് കരുതണ്ട, കേരളത്തിൽ ജയിക്കാമെന്ന് കരുതണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.